മൂന്ന് തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. മൂന്ന് തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. 1. ദേശീയ അടിയന്തരാവസ്ഥ. 2. സംസ്ഥാന അടിയന്തരാവസ്ഥ. 3. സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ വരുന്നത് അനുച്ഛേദം 352. സംസ്ഥാന അടിയന്തരാവസ്ഥ അനുച്ഛേദം 356. സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360. ഈ മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 352 അനുസരിച്ചാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 352 അനുസരിച്ചാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ: 1. യുദ്ധം, വിദേശ ആക്രമണം, സായുധ വിപ്ലവം. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളാണ് യുദ്ധം, വിദേശ ആക്രമണം, സായുധ വിപ്ലവം. കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ലിഖിത രൂപത്തിലുള്ള ഉപദേശമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ. കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ലിഖിത രൂപത്തിലുള്ള ഉപദേശം ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ. രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഒരു ദേശീയ അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് 1 മാസത്തിനുള്ളിലാണ്. രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഒരു ദേശീയ അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് 1 മാസത്തിനുള്ളിലാണ്. പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റ് അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ 6 മാസം നിലനിൽക്കും. പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റ് അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ 6 മാസം നിലനിൽക്കും. ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ എത്ര വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ നീട്ടാവുന്നതാണ്. ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962, 1971, 1975. ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962, 1971, 1975. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1962 ഒക്ടോബർ 26. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962 ഒക്ടോബർ 26. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈനാണ്. 1968 ജനുവരി 10. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രാഷ്ട്രപതി ഭരണം ആദ്യമായി പ്രഖ്യാപിച്ചത് പഞ്ചാബിലാണ്. 1961 ജൂൺ 21. രാഷ്ട്രപതി ഭരണം ആദ്യമായി പ്രഖ്യാപിച്ചത് പഞ്ചാബിലാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന സംസ്ഥാനം പഞ്ചാബ്. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ചൈനീസ് ആക്രമണമാണ്. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ചൈനീസ് ആക്രമണം. ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരി 1971 ഡിസംബർ 3 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന്. ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരി 1971 ഡിസംബർ 3 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന്. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ്. 1975 ജൂൺ 25 ആഭ്യന്തര കലഹം. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ബി.ഡി. ജാട്ടി ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. 1977 മാർച്ച് 21. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ദേശീയ അടിയന്തരാവസ്ഥ രണ്ടാമത്തെ അടിയന്തരാവസ്ഥയാണ്. 1971 ടു 77. ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ സമയത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോൻ. ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ
പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം. 1975 അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തനായ കമ്മീഷനാണ് ഷാ കമ്മീഷൻ. രാഷ്ട്രപതി ഭരണം എന്ന പേരിലും സംസ്ഥാന അടിയന്തരാവസ്ഥ അറിയപ്പെടുന്നു. അനുച്ഛേദം 356 അനുസരിച്ചാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. അനുച്ഛേദം 356 അനുസരിച്ചാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് 2 മാസത്തിനുള്ളിലാണ്. രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് 2 മാസത്തിനുള്ളിലാണ്. ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം പരമാവധി 3 വർഷം വരെ മാത്രമേ നീട്ടാൻ കഴിയൂ. ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം പരമാവധി 3 വർഷം വരെ മാത്രമേ നീട്ടാൻ കഴിയൂ. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണി ഉണ്ടാകുന്ന അവസരത്തിലാണ് അനുച്ഛേദം 360 അനുസരിച്ച് രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രപതി പ്രഖ്യാപിച്ച സാമ്പത്തിക അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് 2 മാസത്തിനുള്ളിലാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ സമയത്ത് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കുറവ് ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. സാമ്പത്തിക അടിയന്തരാവസ്ഥ സമയത്ത് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കുറവ് ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. കൂറുമാറ്റ നിരോധന നിയമം, ആൻറ്റി ഡിഫെക്ഷൻ ലോ. 1985 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. 1985 52ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. ഭരണഘടനയുടെ 102ാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്. 10ാം പട്ടിക ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 1985 52ാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ 102ാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്. 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷം ആ പാർട്ടിയിലെ തൻ്റെ അംഗത്വം സ്വമേധയാ രാജിവെക്കുകയോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി സഭയുടെ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്താൽ പ്രസ്തുത അംഗത്തിൻ്റെ തൻ്റെ സഭാ അംഗത്വം നഷ്ടപ്പെടും. കൂറുമാറ്റ നിരോധന നിയമമനുസരിച്ച് ലോക്സഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രാജ്യസഭാ ചെയർമാനുമാണ്. കൂറുമാറ്റ നിരോധന നിയമമനുസരിച്ച് ലോക്സഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രാജ്യസഭാ ചെയർമാനുമാണ്. കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി ലാൽ ദുഹോമ, മിസോറാം. കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി ലാൽ ദുഹോമ. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ബാലകൃഷ്ണപിള്ള.